ഹലോ, ഇന്നത്തെ പോസ്റ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിച്ചത്. രാവിലെ തന്നെ 36 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നമ്മൾ പറഞ്ഞിരുന്നു 25,500 മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 25,416 അടുത്ത ടാർഗറ്റ് 25,333 ആണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് രാവിലെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എടുത്തിരുന്നു. 25,460 നിന്നാണ് ട്രേഡിംഗ് എടുത്തത്. 25,500 മുകളിലായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. 25,333 വരെയായിരുന്നു നമ്മുടെ ടാർഗറ്റ്. അതിനുശേഷം നമ്മൾ താഴോട്ടൊരു ട്രേഡ് ഒരു പി ഓപ്ഷൻ നോക്കുന്നുണ്ടായിരുന്നില്ല. കാരണം 25,333 എത്തിയപ്പോൾ തന്നെ മാർക്കറ്റ് 170 പോയിന്റോളം ഫാളായി കഴിഞ്ഞു. സോ ഇനിയും താഴോട്ടൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നീട് നമ്മളൊരു റിക്കവറിക്ക് ശ്രമിക്കുന്നത് പോലെ മാർക്കറ്റ് കാണിച്ചു. പക്ഷേ 25,333 മുകളിൽ 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യാത്തതിനാൽ നമുക്ക് മുകളിലോട്ടൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. 25,333 25,279 ഇടയിലായിട്ട് മാർക്കറ്റ് കുറച്ചധികം നേരം സസ്റ്റെയിൻ ചെയ്തു. അവസാനം 3 മണിക്ക് നല്ലൊരു ഫാള്, ഒരു ബിഗ് ക്യാൻഡിലാണ് വന്നത്. അത് 25,143 സപ്പോർട്ട് എടുത്തു. അടുത്ത തിങ്കളാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച എക്സ്പയറി ഡേ ആണ്. ചിലപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം ഇത്. കാരണം സാറ്റർഡേ സൺഡേ അവധിയായതിനാൽ ന്യൂസുകൾ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതിനാലും പൊസിഷൻസ് ആരും ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. സോ അതുകൊണ്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇതെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലായിട്ട് തിങ്കളാഴ്ച ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. 25,143 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,279 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. 25,333 സെക്കൻഡ് ടാർഗറ്റ്. 25,333 മുകളിലും 15 മിനിറ്റ് ക്യാൻഡിൽ നന്നായി സസ്റ്റെയിൻ ചെയ്ത് ഒരു അപ്വേർഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ടാർഗറ്റ് 25,416. അടുത്ത ടാർഗറ്റ് ഇന്നത്തെ നമ്മുടെ ഓപ്പണിംഗ് ആണ് 25,460. ഇതൊരു ടെമ്പററി ലൈനാണ്. 25,460 വരെയാണ് അടുത്ത നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കുന്നത്. താഴോട്ടാണെങ്കിൽ 25,143 സസ്റ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ 25,000 നമ്മുടെ അടുത്ത സപ്പോർട്ട്. ഇനി മാർക്കറ്റ് 25,143 25,279 ഇടയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 25,279 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ 25,333 നമുക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കൺഫർമേഷനാണ്. 25,333 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 25,333 താഴെയായിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്കൊരു ട്രേഡിംഗ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇരുപത്തഞ്ച് 279 25,143 ഇടയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് 25,143 തിരിച്ചു വരികയാണെങ്കിൽ 25,143 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 25,143 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് 25,279 വരെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.